2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞു വരുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും ഒരു കാര്യം വ്യക്തമാണ്. അതായത് അട്ടിമറി പലയിടത്തും ഉണ്ട് അല്ലെങ്കിൽ നടക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്ന സർവേ റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന സർവേ റിസൾട്ട് നോക്കുമ്പോൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെ വന്ന സർവേ റിസൾട്ട് നോക്കുമ്പോൾ, കണക്കുകൾ പ്രകാരം, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പ്രകാരം തീർച്ചയായിട്ടും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ജില്ല തിരിച്ച് നോക്കുമ്പോഴത്തേക്കും, അതായത് ഓരോ ജില്ലകൾ നോക്കുമ്പോഴത്തേക്കും പലയിടത്തും വമ്പൻ ടെസ്റ്റുകൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് എടുത്തു പറയുന്നു. അതിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നത് കണ്ണൂരാണ്. കണ്ണൂർ നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്. 11 നിയമസഭാ സീറ്റുകളാണ് കണ്ണൂർ ഉള്ളതെന്ന് പറയുന്നത്. ആ 11 സീറ്റുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ: തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിക്കൂർ, ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റം എന്താണ്, അട്ടിമറി എന്താണ് എന്നുള്ളത് തന്നെയാണ്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു. അതായത് 9 സീറ്റുകളോളം LDF നേടിയപ്പോൾ UDFന് 2 ഒതുങ്ങേണ്ടി വന്നു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് 2021 കണക്കാണ്. ഇത് 2026 ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്ന അട്ടിമറി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങളായി നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ വൻ അട്ടിമറി നടക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒന്ന് ആലോചിക്കേണ്ടത്, LDFന് എല്ലാ രീതിയിലും സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. അവിടെ LDFന് ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർവേ റിസൾട്ട് എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് LDFന് വോട്ടുകൾ പലയിടത്തും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയുന്നതെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായി തന്നെ നോക്കാം. ആദ്യം നമുക്ക് അഴീക്കോട് നോക്കാം. അഴീക്കോട് നിലവിൽ LDF ആണ്. അവിടെ ഒരു 50-50 ചാൻസ് ആണ് കാണുന്നത്. അതായത് ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തും സംഭവിക്കാമെന്നുള്ള ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ. ഒരു 50-50 ചാൻസിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവിടെ BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോഴും അവിടെയും LDFന് വോട്ട് കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. UDFന് വോട്ട് കൂടും. അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും. ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറിയും BJP വോട്ടുകൾ നിർണായകമാകും. ധർമ്മടം വരുമ്പോഴത്തേക്കും അവിടെ പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലമാണ്. അവിടെ LDF വോട്ടുകൾ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ LDFന് വിജയം ഉണ്ടാകുമെന്നും, പക്ഷേ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. UDF വോട്ടുകൾ കൂടുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. മട്ടന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ്. അവിടെയും LDF വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ LDF നിലനിർത്താനാണ് സാധ്യത ഇതിൽ കൊടുത്തിരിക്കുന്നത്. പേരാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും UDF ആണ്. ആ സീറ്റ് UDF നിലനിർത്താനുള്ള സാധ്യതയാണ് ഈ സർവേ റിസൾട്ടിൽ കൊടുത്തിരിക്കുന്നത്. പയ്യന്നൂർ വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ്. LDF തുടരാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ടിൽ കൊടുത്തിരിക്കുന്നത്. കല്യാശ്ശേരി LDF ആണ്. അവിടെയും LDF തുടരാനായിട്ടുള്ള സാധ്യത കൊടുത്തിരിക്കുന്നു. തലശ്ശേരിയിൽ നിലവിൽ LDF ആണ്. അവിടെയും LDF വോട്ടുകൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലനിർത്തുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. കൂത്തുപറമ്പ് നിലവിൽ LDF ആണ്. ആ സീറ്റും അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ നിർണായകം. BJPക്ക് 22,000-ലധികം വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ BJP വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. UDF വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്. LDF വോട്ടുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇരിക്കൂർ നിലവിൽ UDF ആണ്. ആ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ 11 നിയമസഭാ സീറ്റുകളിൽ LDFന് പലയിടത്തും വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിജയിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യത, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയസിൽ പോലും ഈ വോട്ടുകൾ കുറയാനുള്ള സാധ്യതയാണ് വളരെ വലിയ തോതിൽ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 2026 സർവേ റിസൾട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് UDFന് സീറ്റുകൾ കൂടുമെന്നും LDFന് സീറ്റുകൾ കുറയുമെന്നാണ്. അതായത് വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം എന്നല്ല, പക്ഷേ എങ്കിൽ പോലും LDFന് സീറ്റുകൾ കുറയുമെന്നാണ് പറയുന്നത്. അതായത് 2021 9 സീറ്റുകൾ നേടിയ LDFന് 2026 ആകുമ്പോഴത്തേക്കും അവിടെ മാക്സിമം പോയി കഴിഞ്ഞാൽ 7 സീറ്റുകൾ എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി UDFിലേക്ക് വരുമ്പോഴത്തേക്കും UDFന് നിലവിൽ അവിടെ 2 സീറ്റുകളാണുള്ളത്. പക്ഷേ ആ 2-ൽ നിന്നും അത് മാക്സിമം ഒരു 4 വരെ എത്താമെന്നുള്ള തരത്തിൽ സർവേ റിസൾട്ട് കൊടുത്തിരിക്കുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ 4 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. BJPക്ക് സീറ്റുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ തന്നെ ടൈറ്റ് ഫൈറ്റ്, BJP വോട്ടുകൾ നിർണായകമാവും. ചിലയിടങ്ങളിൽ BJP വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. സീറ്റുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ടോട്ടൽ ഈ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും LDF സീറ്റുകൾ 9-ൽ നിന്നും
7ലേക്ക് കുറയാനായിട്ടുള്ള 6-7ലേക്ക് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. UDF 2-ൽ നിന്നും 4ലേക്ക് കുതിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. എങ്കിൽ പോലും LDF വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും സീറ്റുകൾ കുറയും. അതായത് തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ പോലും സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. വിജയിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഭൂരിപക്ഷം, അതായത് വോട്ട് ഭൂരിപക്ഷം കുറയാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ UDF വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് സർവേ റിസൾട്ട് വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളതും അതിൽ ജനങ്ങൾ എന്താണ് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ആരായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുക, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ LDF ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സീറ്റുകൾ കുറയും, UDF സീറ്റുകൾ കൂടുമെന്നും വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് LDF സംബന്ധിച്ചിടത്തോളം അവിടെ നേട്ടമുണ്ടാക്കുക എന്നത് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട്, ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് എല്ലാ രീതിയിലും ഒരു വലിയ തോതിൽ, അതായത് കേരളം ഒട്ടാകെ ഒരു തിരിച്ചടി ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചനയായിട്ട് കാണാമെന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമോ, അതല്ല 2021 നേടിയ ഒരു നേട്ടം നിലനിർത്താനായിട്ട് LDF കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് സാധിക്കുമോ, UDF ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ, BJPക്ക് അവിടെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.